പിന്നെ ഈ യാത്ര കൊണ്ടുണ്ടായ ലാഭങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. ഒന്നാമതായി നിസ്കാരം തന്നെ. അതുകൊണ്ടാണ് നിസ്കാരം അല്ലാഹുവിലേക്കുള്ള മിഅ്റാജാണെന്ന് വലിയ സൂഫി വര്യന്മാർ പഠിപ്പിക്കുന്നത്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും റബ്ബിലേക്ക് മിഅ്റാജ് നടത്തി കൊണ്ടുവന്ന വലിയ സമ്മാനം. നമ്മൾ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നമ്മളൊരു മിഅ്റാജ് തുടങ്ങുകയാണ്, അത്യുന്നതനിലേക്കുള്ള ഉഡ്ഡയനം ആരംഭിക്കുകയാണ്. ഓരോ നിമിഷവും റബ്ബിലേക്ക് അടുത്തടുത്ത് അങ്ങനെ വരികയാണ്. അല്ലാഹു അക്ബർ എന്നും പറഞ്ഞ് തക്ബീർ കെട്ടുമ്പോൾ ഞാനൊരു നിസാരനും നിന്ദനുമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് വലിയവൻ. അല്ലാഹു ആണ് വലിയവൻ എന്നതിൻ്റെ ബൈലൈൻ റീഡിംഗ് ആണ് ഞാൻ ചെറിയവനാണെന്നുള്ളത്. അതിന്റെ തൊട്ട് മുന്നേ നമ്മൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് വലിയവൻ, ഞാൻ വളരെ നിസ്സാരൻ. ഇഖാമത്ത് കൊടുക്കുന്നുണ്ട്, ആ പ്രയോഗം അവിടെയും വരുന്നു. റബ്ബിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കാൻ കരുതി നല്ല നിയ്യത്തും വെച്ച് അല്ലാഹു അക്ബർ പിന്നെയും വരുന്നു, ഞാൻ നിസ്സാരനാണ്. സമ്പത്തുണ്ടാകും, കുറേയേറെ വലിയ ഉദ്യോഗം ഉണ്ടാകും, ചിലപ്പോ സന്താനങ്ങളുടെ സമൃദ്ധി ഉണ്ടാകും, ഒരു നാട് മുഴുവൻ എൻ്റെ കീഴിലായിരിക്കും. എല്ലാം ശരി, ഒരൊറ്റ നിമിഷം മതി അത് തീർന്നു പോകാൻ. വലിയ അഹങ്കാരത്തിലായിരുന്നു ടൈറ്റാനിക് എന്ന് പറയുന്ന ആഡംബര കപ്പൽ വലിയ മുതലാളിമാരെല്ലാവരും ചേർന്നിട്ട് കടലിൽ ഇറക്കുന്നത്. കപ്പിത്താൻ അതിൻ്റെ മുന്നേ നടത്തിയ പത്രസമ്മേളനത്തിൽ അഹങ്കാരത്തോടുകൂടെ പ്രഖ്യാപിച്ചത് ദൈവം വിചാരിച്ചാലും ഇതിനൊന്നും ചെയ്യാൻ പറ്റൂല, അത്രക്ക് സംവിധാനങ്ങളുണ്ടെന്നാണ്. ഒരു മഞ്ഞുമലയിലിടിച്ച് അഗാധതയിലേക്ക് താഴ്ന്നു പോവാനായിരുന്നു യോഗം. 250-ലേറെ കോടീശ്വരന്മാർ ആ ഒരു കപ്പൽ അപകടത്തിൽ മരണപ്പെടുന്നു. വലിയ സമ്പന്മാരുടെ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു വില്ല തന്നെ സൃഷ്ടിച്ച് ആ കുന്നു മൊത്തം ആധുനിക സൗകര്യത്തിന്റെ നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാവുന്നതിനപ്പുറമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കാലിഫോർണിയയിൽ ബോളിവുഡ് നടന്മാരും സിനിമാ പ്രവർത്തകരും സംവിധായകന്മാരും ഡയറക്ടർമാരും ഒക്കെ കത്തിച്ചാമ്പലായപ്പോൾ ടിവിയുടെ മുന്നിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞു. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഗസയുടെ മുകളിൽ തീ തുപ്പിയപ്പോ നോ കോംപ്രമൈസ് എന്നെഴുതിയ സിനിമാ നടൻ ഒരിക്കലും ഒരു എക്സ്ക്യൂസും ചെയ്യരുത്, തകർക്കണം അവരെ. ബോംബ് വീണിട്ട് നിസ്സഹായയായി വീടും മക്കളും കുടുംബവും തകർന്ന് ആ പൊളിഞ്ഞു കിടക്കുന്ന വീടിന്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന ഒരു ഫലസ്തീൻ ഉമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് നൈസ് വർക്ക്, എന്ത് നല്ല പ്രവൃത്തി എന്ന് കമന്റ് ചെയ്തു ഈ മൃഗീയ ചിന്തയുള്ള മനുഷ്യൻ. പക്ഷെ പൊട്ടിക്കരഞ്ഞു, എൻ്റെ സമ്പാദ്യം മൊത്തം പോയി, ഇത്ര $, എൻ്റെ വീട് പോയി, എൻ്റെ സ്വിമ്മിംഗ് പൂള് പോയി, ഞാൻ വല്ലാതെ ആസ്വദിച്ചിരുന്നു എൻ്റെ വീട്, ഞാൻ ഇടക്കിടക്ക് അവിടെ എത്താറുണ്ടായിരുന്നു, അവിടെ എത്തുമ്പോൾ വലിയ സമാധാനമായിരുന്നു, ഇങ്ങനത്തെ ഒരു പരീക്ഷണം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ഇതാണ് മനുഷ്യൻ. വലിയ അഹങ്കാരമൊക്കെ ഉണ്ടാകും. പടച്ച റബ്ബിന്റെ തീരുമാനത്തിന് മുമ്പിൽ അവൻ നിഷ്പ്രഭനായിരിക്കും. അതിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രഖ്യാപനമാണ് നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ, റബ്ബാണ് വലിയവൻ. പിന്നെ ഓരോ ചലനത്തിനും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഹങ്കാരത്തിന്റെ പ്രകടരൂപമാവുന്ന ഈ ഉയർന്നു നൃത്തത്തിൽ നിന്ന് പതിയെ 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 കുനിഞ്ഞുകൊണ്ടിരിക്കുന്നു അവൻ. റുക്കൂയിലേക്ക് എത്തുന്നു, പിന്നെ സുജൂദിലേക്ക് എത്തുന്നു. അഹങ്കാരത്തിന്റെ രൂപമാകുന്ന നൃത്തം ഒരു പ്രാവശ്യമാണ് ഒരു റക്അത്തെങ്കിൽ വിനയത്തിന്റെ മൂർത്തരൂപമാകുന്ന സുജൂദ് 2 പ്രാവശ്യം ചെയ്യണമെന്ന് മതം കൽപ്പിക്കുന്നു. അങ്ങനെ പതിയെ 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 റബ്ബിലേക്ക് അടുക്കുന്നു. ശരീരം എവിടെയാണെങ്കിലും ആത്മാവ് കൊണ്ടവൻ ദേശാടനങ്ങൾ നടത്തുന്നു. സിദ്റത്തുൽ മുൻതഹയിലേക്ക്, ജന്നത്തുൽ മഅ്വയിലേക്ക് ഓരോ നിമിഷവും അവൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. നിസ്കാരം കഴിയുമ്പോഴേക്ക് പൂർണ്ണ വിശുദ്ധനായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, ഒരാളുടെ മുന്നിലൂടെ ശുദ്ധവെള്ളം ഒഴുകുന്ന ഒരു അരുവിയുണ്ടെന്ന് സങ്കല്പിക്കുക, അയാൾ 5 നേരം ആ അരുവിയിൽ നിന്ന് വിസ്തരിച്ച് കുളിക്കുന്നുണ്ടെന്നും സങ്കല്പിക്കുക. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വല്ല അഴുക്കും പൊടിയും ചളിയും ശേഷിക്കുമോ? സഹാബാക്കിറാം ഒറ്റ വാക്കിൽ പറഞ്ഞു, ഇല്ലേ ഇല്ല. ഹക്കദാ സലാത്ത്, ഇപ്രകാരമാണ് നിസ്കാരം. 5 നേരം നമ്മൾ നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കുന്നു, റബ്ബിലേക്ക് അടുക്കുന്നു.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹയിൽ ഓതുമ്പോൾ റബ്ബ് ദൂരത്തുള്ളത്. സർവസ്തോത്രങ്ങളും പടച്ച റബ്ബിന്, ലോകത്തിന്റെ സ്രഷ്ടാവിന്, സംവിധായകന്. അർ-റഹ്മാനുർ റഹീം, അവൻ കരുണാവാരിധിയാകുന്നു. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ, പരലോകത്തിന്റെ മഹാപ്രതാപി. ഇങ്ങനൊക്കെ പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് റബ്ബുമായുള്ള അടുപ്പം കൂടി 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 വരുന്നു. ആ ഒരു പ്രത്യേക നിമിഷത്തിൽ നമ്മൾ ശൈലി മാറ്റുന്നു. അവൻ എന്നുള്ളതിൽ നിന്ന് മാറി ഇയ്യാക്ക നീ എന്നതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. നമ്മളും സ്രഷ്ടാവും തമ്മിലുള്ള അകലം കുറഞ്ഞു വന്ന്, ശാരീരികമായ അടുപ്പത്തെ കുറിച്ചല്ല ഞാൻ പറയണത്, അള്ളാഹുമായുള്ള ആത്മീകമായ ബന്ധം കൂടി വന്ന് ഇയ്യാക്ക നീ എന്ന തലത്തിലേക്ക് നമ്മൾ ഉയർന്നു വരുന്നു. ഇതാണ് ആത്മീകമായ മിഅ്റാജ്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ. നിസ്കാരം മുഅ്മിനീങ്ങളുടെ മിഅ്റാജാകുന്നു. മിഅ്റാജിന്റെ മുത്തറസൂൽ കൊണ്ടുവന്ന് നമ്മളെ മനോഹരമായി ഏൽപ്പിച്ചു തന്ന ഒരു വലിയ സമ്മാനം. മിഅ്റാജിന്റെ ഏറ്റവും വലിയ അനന്തര ഫലം ഈ നിസ്കാരമാണ്. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള പ്രത്യേകമായ അടയാളമായിട്ട് നിസ്കാരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എത്രമേൽ നിസ്കാരം വർദ്ധിക്കുന്നു അത്രമേൽ അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്തു വരുന്നു. സുന്നത്തുകളുടെ ശക്തി അനുസരിച്ച് നമുക്ക് കൂടുതൽ ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ ഇരിക്കുന്നു.